ഭൂഭാരം തീർപ്പതിനായി ഭൂവി വിവിധവിധം ദേവി ദിവ്യാവതാരം ഭദ്രേ നീ ചെയ്തു ഭക്തർക്കഭിമതമരുളിയിടുന്നു കാരുണ്യവായ്പാൽ. ഭദ്രം ഭക്തർക്കു നൽകാൻ ഇതുവിധമിഹ നീ കിളിയാടുന്നതിമ്മേ. ഭംഗ്യാവന്നന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. 37-ാമത്തെ അധ്യായം നരകവർണ്ണനയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇത്രയും ഭയാനകമായിട്ടുള്ള നരകത്തിനെ ധർമ്മരാജൻ പറഞ്ഞത് കേട്ട സാവിത്രി ദേവിക്ക് ഭയമുണ്ടായി. അതിശയമില്ല, കേൾക്കുന്ന നമുക്കുമുണ്ടാവുമല്ലോ. അതുതന്നെയാ സാവിത്രി ദേവിക്കും ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരം നരകത്തിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള മാർഗമാണ് ദേവി ചോദിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ സാവിത്രി ദേവി ചോദിക്കുകയാണ് യമധർമ്മനോട്, ദേവീ ഭക്തിം ദേഹി മഹ്യം സാരാണാം ചൈവ സാരകം പുംസാം മുക്തിദ്വാരബീജം നരകാർണവതാരകം. ദേവീ ശരണമമ്മേ. പറയുകയാണ് അവിടെ, സമസ്ത വസ്തുക്കളിലും സാരമായിട്ടുള്ള ദേവീഭക്തി ഉണ്ടാകുന്നതിന് എന്നെ ആദ്യം അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അപ്പോൾ അനുഗ്രഹമാണ്, നമുക്കും അനുഗ്രഹമാണ് വേണ്ടത്. കാരണം ദേവീഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ദേവിയിൽ ഭക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സജ്ജനങ്ങളുടെ, ഗുരു ആചാര്യന്മാരുടെ, മാതാപിതാക്കളുടെ, മഹാത്മാക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇവിടെ ആദ്യം തന്നെ ഇതാ യമധർമ്മൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണു. മുക്തിക്കുള്ള മുഖ്യമാർഗം ദേവിയിൽ ഭക്തി ഉണ്ടാകുക എന്ന് തന്നെ ആണ് എന്നങ്ങ് പറഞ്ഞുവല്ലോ. അതിൻ്റെ പ്രഭാവത്താലാണല്ലോ മനുഷ്യന് ഈ നരകം തരണം ചെയ്യാൻ കഴിയുന്നത്. സകല അശുഭകർമ്മങ്ങളെയും നശിപ്പിക്കാൻ ശക്തി ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മുക്തിസാരങ്ങൾക്കെല്ലാം ഹേതുവും ദേവിയുടെ ഭക്തി തന്നെയാണ്. കർമ്മവൃക്ഷങ്ങളെ മുറിച്ചു വീഴ്ത്താനും ചെയ്ത പാപങ്ങളെയെല്ലാം പോക്കാനും കാരണം ആ ഭക്തി തന്നെയാണ്. അതുകൊണ്ട് ആ ഭക്തിയെ തന്ന് അനുഗ്രഹിക്കണം. മാത്രമല്ല, മുക്തി എത്ര വിധത്തിലുണ്ട്, എന്താണ് ഈ മുക്തിയുടെ ലക്ഷണങ്ങൾ, ദേവീഭക്തി എന്താണ്, ഭക്തിക്ക് ഏതെല്ലാം ഭേദങ്ങളുണ്ട്, അതുപോലെ ചെയ്ത കർമ്മങ്ങളുടെ ഭോഗ അനുഭവം എങ്ങനെ, ഇതെല്ലാം എനിക്കറിയണം. തത്വജ്ഞാനമില്ലാത്തവരായിട്ടാണല്ലോ സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വേദജ്ഞരിൽ മുഖ്യനായ ഹേ ധർമ്മരാജാവേ, സാരഭൂതമായിട്ടുള്ള ജ്ഞാനത്തിൽ അല്പം, അതുകൊണ്ടിതാ സ്ത്രീയാകുന്ന എനിക്കും തന്ന് അനുഗ്രഹിക്കണം. ദാനം, യജ്ഞം, തീർത്ഥസ്നാനം, വ്രതം, തപസ്, ഇതെല്ലാം അജ്ഞാനികൾക്ക് ജ്ഞാനം നൽകുന്നതിൻ്റെ 16-ൽ വില വരികയുള്ളൂ എന്നാണ് പറയണത്. അച്ഛനേക്കാൾ 100 മടങ്ങ് ഗുരുത്വം അമ്മയ്ക്കുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അമ്മയേക്കാൾ 100 മടങ്ങ് പൂജ്യനാണ് ജ്ഞാനദാതാവായിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞിതാ ധർമ്മരാജനെ നമസ്കരിച്ചു. അതുതന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഭരതരഹൂഗണ സംവാദത്തിലെ രഹൂഗണൻ എന്ന രാജാവിന് ഭരതയോഗീശ്വരനും പറയണത്. കുറേ തപസ്സുകൾ, പൂജകൾ, വേദാധ്യായങ്ങൾ, ഇതെല്ലാം ചെയ്തതുകൊണ്ട് ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, സ്മൃതികൾ, സ്മൃതി പുരാണങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്ക് അറിവ് കിട്ടും. ശരി തന്നെയാണ്. പക്ഷേ അതിൽ കൂടെയൊക്കെ ആ പരമാർത്ഥമായ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കി ആ ജ്ഞാനമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് ഭക്തിയെ വളർത്തി മുക്തി നേടിയെടുക്കുക എന്നുള്ളത് അതികഠിനമായിട്ടുള്ള
പ്രവൃത്തിയാണ്. സാധാരണ ജനങ്ങളെ കൊണ്ട് പറ്റാത്തതാണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. അപ്പം എന്താ ഒരു ഉപാധി? എളുപ്പമായിട്ടുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഗുരുവിനെ, നല്ലൊരു ആചാര്യനെ ആശ്രയിക്കുക. ആ ആചാര്യൻ ആ ഗുരുമുഖത്ത് നിന്നും നമുക്ക് എളുതായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഏതൊരു മാർഗത്തിലാണോ നമുക്ക് പോകാൻ കഴിയുക, ആ മാർഗത്തിലൂടെ നമ്മളെ എളുപ്പം കൊണ്ടുപോയി നമുക്ക് ആ ഭക്തിയെ, ജ്ഞാനത്തെ, വിരക്തിയെ നമ്മളിൽ ഉണ്ടാക്കി ഭഗവാനിൽ അല്ലെങ്കിൽ ദേവിയിൽ എത്തിച്ചേർന്ന് ആ മുക്തിയെ നമുക്ക് നേടിത്തടാൻ ആ ഗുരുവിൻ്റെ അനുഗ്രഹം പോലെ മറ്റൊന്നും തന്നെ ഉതകില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. വിനാ മഹൽപാദരജോഭിഷേകം എന്നാണ് അവിടെ ഭരതയോഗീശ്വരൻ ഭാഗവത മഹാപുരാണത്തിൽ പറയണത്. അതുകൊണ്ട് ആ ഗുരുവിനെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിതാ തൻ്റെ മുമ്പിൽ ഉള്ള ധർമ്മരാജനെ ഗുരുവായി സ്വീകരിച്ച് തൊഴുത് നമസ്കരിച്ച് ചോദിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ധർമ്മരാജൻ സാവിത്രിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമുക്ക് അവലോകനം ചെയ്തു കൊണ്ടുപോകേണ്ടത്. ധർമ്മരാജ ഉവാച പൂർവം സർവോ വരോ ദത്തോ യസ്തേ മനസി വാഞ്ചിത അധുനാ ശക്തി ഭക്തിസ്തേ വത്സേ ഭവതു മദ്വരാത്. നീ ആഗ്രഹിച്ച വരം നേരത്തെ തന്നെ ഞാൻ നിനക്ക് തന്നിട്ടുള്ളതാണ്. എൻ്റെ വരം നിമിത്തം നിനക്ക് പരാശക്തിയിൽ ഭക്തി ഉണ്ടാകട്ടെ. ദേവിയുടെ ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് കേൾക്കാൻ നീ ആഗ്രഹിക്കണു. ആ പരാശക്തിയുടെ ഗുണങ്ങൾ കീർത്തിക്കുന്നവരുടെയും കേൾക്കുന്നവരുടെയും അതിനെപ്പറ്റി ചോദിക്കുന്നവരുടെയും കുലത്തെ തന്നെ അത് ഉദ്ധരിക്കും. 1000 നാവുള്ള അനന്തന് പോലും ദേവി മാഹാത്മ്യം വർണ്ണിക്കാൻ ശക്തനല്ല. സാക്ഷാൽ മൃത്യുഞ്ജയൻ 5 മുഖങ്ങൾ കൊണ്ടുപോലും അത് വർണ്ണിക്കാൻ കഴിയില്ല. 4 വേദങ്ങളും ജഗത്തിൻ്റെയും വിധാതാവായ ബ്രഹ്മാവിനും 4 മുഖങ്ങളിലൂടെ അത് വർണ്ണിക്കാനുള്ള കഴിവില്ല. സർവജ്ഞനായിട്ടുള്ള വിഷ്ണുവിനും അതിന് സമർത്ഥനല്ല. 6 മുഖങ്ങളുള്ള കാർത്തികേയനും അതിന് സമർത്ഥനല്ല. യോഗീന്ദ്രന്മാരുടെ എല്ലാം ഗുരുവിൻ്റെ ഗുരുവായ ഗണേശനും അതിന് സാധിക്കില്ല. സകല ശാസ്ത്രങ്ങളുടെയും സാരഭൂതമായിട്ടുള്ളവളാണല്ലോ 4 വേദങ്ങൾ. അത് പഠിച്ചിട്ടുള്ളവർക്കും ദേവീഗുണങ്ങളുടെ കലാശം പോലും വ്യക്തമാക്കാനുള്ള കഴിവില്ല. ദേവീഗുണങ്ങളെ വർണ്ണിക്കുന്നതിൽ വാഗ്ദേവതയായ സരസ്വതിയും മുഖയാണ്. സനൽകുമാരനും ധർമ്മനും സനന്ദനും സനാതനും സനകനും കപിലനും സൂര്യനും ബ്രഹ്മാവിൻ്റെ മറ്റുള്ള പുത്രന്മാരും ആരും ഇതിന് സമർത്ഥരല്ല. അപ്പം പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് എന്ത് പറയാനാണ്? സിദ്ധന്മാരും മുനീന്ദ്രന്മാരും യോഗികളും ഒന്നും അതിന് ശക്തരല്ല. ദേവിയുടെ ഗുണഗണം വർണ്ണിക്കാൻ സമർത്ഥരായിട്ട് ആരായി ഈ ലോകത്തിലുള്ളതാ? പിന്നെയാണോ എനിക്ക് അത് പൂർണ്ണമായിട്ട് പറയാൻ കഴിയുക? ദേവിയുടെ പാദകമലത്തെ ധ്യാനിക്കുന്ന ബ്രഹ്മാവിഷ്ണു ശിവാദി ദേവന്മാർക്ക് സാധ്യമല്ലാത്തത് പക്ഷേ ദേവി ഭക്തന്മാർക്ക് സുഗമമാണ്. മറ്റുള്ളവർക്ക് ദുർലഭമായത് ദേവി ഭക്തന്മാർക്ക് സുഖമായിട്ട് ഭവിക്കുന്നു. ഒരുപക്ഷെ ഒരുവൻ അല്പൻ അറിഞ്ഞെന്ന് വരും. പരമജ്ഞാനിയായിട്ടുള്ള ബ്രഹ്മാവിനെ കുറെ കൂടുതലായിട്ട് അറിയാനുള്ള കഴിവുണ്ടാവും. ജ്ഞാനികളെല്ലാം